ഒരു ചരിത്ര നിർമ്മിതിയിൽ പങ്കാളികളും സാക്ഷികളുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാം എല്ലാവരും. ഓർമ്മയിൽ ഇരമ്പി എത്തുന്നത് വയലാറിൻ്റെ ഒരു വിപ്ലവ കവിതയാണ്. 1970 വെളിച്ചമേ നയിക്കൂ എന്ന കവിത അദ്ദേഹം രചിക്കുന്നത്. ഏതാനും വരികൾ ഇങ്ങനെയാണ്: വിശ്വമാകെ വെളിച്ചം വിടർത്തുന്ന വിപ്ലവത്തിൻ്റെ രക്തനക്ഷത്രമേ, റഷ്യ രാജ്യാന്തരങ്ങളെ ചൂടിച്ച പുഷ്യരാഗ സ്വയംപ്രഭാരത്നമേ, കാലസാഗരം വിപ്ലവത്തിൻ കൊടും കാറ്റുകൊണ്ട് മനുഷ്യൻ കടഞ്ഞ നാൾ, നീ ഉദിച്ചു യുഗചക്രവാളത്തിൽ, നീ ഉദിച്ചതൊരു അഗ്നിസ്ഫുലിംഗമായി. ആ ലെനിൻ്റെ രഥപതാകയ്ക്കുമേൽ ആദ്യമായി കണ്ടു നിന്റെ മന്ദസ്മിതം, ആ ലെനിൻ്റെ പടകുടീരത്തിൽ നിന്ന് ആദ്യമായി കേട്ടു നിന്റെ ധീരസ്വരം. വെട്ടിമാറ്റുക ഈ ചങ്ങലകൾ, പടവെട്ടി നേടുക വിശ്വസമ്പത്തുകൾ. വിഗ്രഹങ്ങൾ തകർന്ന നാൾ, മർദ്ദിത വർഗശക്തി ഒരു യുഗം തീർത്ത നാൾ, ക്രെംലിനിലെ തൊഴിലാളി മാനവധർമ്മശൈലി തിരുത്തിക്കുറിച്ച നാൾ. ആ യുഗത്തിൻ്റെ ആദ്യ പ്രഭാതത്തിൽ വോൾഗയിൽ കുളിച്ചെത്തിയ തെന്നലിൽ, ആ ലെനിൻ്റെ മിഴികളിൽ സംക്രമജ്വാലയായി നീ രക്തനക്ഷത്രങ്ങൾ. വിപ്ലവത്തെ വിശ്വമാകെ വിടരുന്ന വെളിച്ചമായും സ്വയം പ്രഭയുള്ള പുഷ്യരാഗമായുമാണ് കവി വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിപ്ലവം എന്ന വാക്കിന് നിഘണ്ടു ശബ്ദതാരാവലി 9 അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമായ അർത്ഥം എന്ന് പറയുന്നത് പരിവർത്തനമാണ്, മാറ്റം. നമ്മളിന്നിവിടെ ഈ പുതിയൊരു ഇതിഹാസം രചിക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ നാം നടത്തുന്നത് ഈ മാറ്റമാണ്, ഈ വിപ്ലവമാണ്. നമ്മളും ഒരു വിപ്ലവത്തിൻ്റെ നാൾവഴികളിലായിരുന്നു, ഒരു പോരാട്ടത്തിൻ്റെ കനൽ പാതകളിലായിരുന്നു. 4-5 വർഷം മുമ്പ്, വേണ്ട 1-2 വർഷം മുമ്പ് അൽമായ സിനഡ് എന്നൊരു വാക്കും വിശേഷണവും വിഭാവനം ചെയ്യാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, നിങ്ങൾ ഈ അൽമായ സിനഡൊക്കെ നടത്തുമ്പോൾ അത് മെത്രാന്മാരെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇവിടെ ശൈശേഖരൻ അത് വിശദീകരിച്ചു, സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് വരുന്ന ചോദ്യമാണ്. എക്സാക്ട്ലി, സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഈ അംഗീകാരത്തിൻ്റെ ചോദ്യം വരുന്നത്. ഇവിടെ ഒരുമിച്ച് നടക്കുന്നതിന്, ഒരുമിച്ച് ചിന്തിക്കുന്നതിന്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ആരുടെയെങ്കിലും അംഗീകാരം വേണം. പ്രിയമുള്ളവരെ, എനിക്ക് ഈ അവസരത്തിൽ പെട്ടെന്ന് നിർദ്ദേശിക്കാൻ എൻ്റെ മനസ്സിൽ വന്നൊരു നിർദ്ദേശം എന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട യുവജനങ്ങൾക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കപ്പെട്ട കൗമാരക്കാർക്ക് വേണ്ടിയും നമ്മുടെ അതിരൂപതയിൽ സിനഡ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ മുതിർന്നവരായിട്ടുള്ള നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ സിനഡ് എന്ന് പറഞ്ഞാൽ മെത്രാന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു വ്യാജ പൊതുബോധത്തിൻ്റെ നിർമ്മിതി ഇവിടെയുണ്ട്. അതാണ് ഈ അൽമായ സിനഡ് ഇന്ന് തച്ചു തകർത്തത്. കഴിഞ്ഞ 50 മിനിറ്റ് ഷൈജുച്ചേട്ടൻ്റെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കേട്ടത്? ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഇരുട്ട് നിറഞ്ഞ ഒരു മുനമ്പിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ഒരു ചാല് കീറിയതിൻ്റെ വിവരണമാണ് നമ്മൾ കേട്ടത്. അതാണ് സത്യം. ഒരു ചുവട് കൂടി വെച്ചാൽ അഗാധ ഗർത്തത്തിൽ നിപതിക്കുമായിരുന്ന ഒരു സഭയെ ആ വീഴ്ചയിൽ നിന്ന് തടുത്തു നിർത്തിയെന്ന് മാത്രമല്ല, ഒരുപാട് സുരക്ഷിതമായ അകലത്തേക്ക് മാറ്റാനും ഈ അൽമായ മുന്നേറ്റത്തിന് കഴിഞ്ഞു എന്നത് തർക്കമിട്ടതാണ്. ഇനി ആർക്കും നമ്മുടെ ഈ സഭയെ അത്ര എളുപ്പത്തിൽ ഈ ഗർത്തത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ വഴിവെട്ടലിനും ഈ വെളിച്ചത്തിൻ്റെ ചാലുകീറലിനും വലിയ വില നമ്മുടെ നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവരുടെ ത്യാഗത്തിനും കഠിനാധ്വാനത്തിനും ദൈവം തന്നെ പ്രതിഫലം തരട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പോരാട്ടം കേവലം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കേവലം ചില സിവിൽ തർക്കങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കവി പറഞ്ഞില്ലേ, വെട്ടിമാറ്റുക ഈ ചങ്ങലകൾ, പടവെട്ടി നേടുക വിശ്വസമ്പത്തുകൾ. ആ വിശ്വസമ്പത്ത് എന്നുള്ള വാക്കിൽ ചെറിയൊരു ദീർഘം ചേർത്താൽ നമ്മുടെ പോരാട്ടം അതിനു വേണ്ടിയാണ്. വിശ്വാസ സമ്പത്തുകൾ, സത്യവിശ്വാസ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു നമ്മുടേത്. യേശുക്രിസ്തു ആരുടെയും കുത്തകയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. പരിശുദ്ധാത്മാവ് ആരുടെയും കുത്തകയല്ലെന്ന് സമർത്ഥിക്കാനുള്ള പോരാട്ടമായിരുന്നു. വരപ്രസാദത്തിൻ്റെ മൊത്ത വിതരണം ഇവിടെ ആർക്കും കർത്താവ് തീരെഴുതി കൊടുത്തിട്ടില്ലെന്ന് സമർത്ഥിക്കാനുള്ള പോരാട്ടമായിരുന്നു നമ്മുടേത്.
അവർക്കെന്നതുപോലെ നമുക്കും പരിശുദ്ധാത്മാ, അപ്പോസ്തല പ്രവർത്തനത്തിലെ വാക്യമാണ്, അവർക്കെന്നതുപോലെ നമുക്കെന്നതുപോലെ അവർക്കും എന്നാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ. അത് തിരിച്ചു പറഞ്ഞാൽ അവർക്കെന്നതുപോലെ നമുക്കും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭയുടെ വിശ്വാസ നിക്ഷേപങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു നമ്മൾ എല്ലാവരും. സഭ എന്ന വാക്കിന് 7 അർത്ഥങ്ങൾ കാണാൻ നിഘണ്ടുവില്ല. പക്ഷെ ഒന്നാമത്തെ അർത്ഥം ശ്രദ്ധിക്കണം, മനോഹരമായിട്ടുള്ളൊരു അർത്ഥമാണ്. എല്ലാവരും ഒരേ നിലയിൽ ഒന്നിച്ചിരുന്ന് ശോഭിക്കുന്ന സ്ഥലം. പ്രിയമുള്ളവരെ, നിഘണ്ടുവിലെ ചില വാക്കുകൾ കാണുമ്പോൾ ഇതിൻ്റെ പുറകിലും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം അപ്രകാരം ഒരു വാക്കാണ്. എല്ലാവരും ഒരേ നിലയിൽ ഒരുമിച്ചിരുന്ന് ശോഭിക്കുന്ന സ്ഥലമാണ് സഭ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിശേഷണമല്ലേ അത്? നിഘണ്ടുകാരന് പോലും ആ സത്യം മനസ്സിലായെങ്കിലും നമ്മുടെ ചില മഹാന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു നമ്മളെല്ലാവരും. പ്രിയമുള്ളവരെ, തോൽക്കുടങ്ങൾ പുതിയതാകണമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. നമ്മൾ ഈ മുന്നേറ്റത്തിലൂടെ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, സഭയുടെ തോൽക്കുടങ്ങൾ നവീകരിക്കണം. അധികാര നിർവഹണത്തിൻ്റെയും അജപാലനത്തിൻ്റെയും പഴയ തോൽക്കുടങ്ങൾ, 2000 വർഷം പ്രായമായ ഒരു ശരീരമാണിത്, നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2000 വർഷം പഴക്കമുള്ള ഒരു വിവാഹ വസ്ത്രം അണിഞ്ഞ് വിവാഹവേദിയിൽ എത്തുന്ന ഒരു നവവധുവിനെ സങ്കല്പിക്കൂ, എത്ര പരിഹാസ്യമായിരിക്കും. യേശുക്രിസ്തു സഭയുടെ ശരീരമാണ്, സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, മണവാട്ടിയാണെന്ന് പറയുമ്പോൾ ഈ മണവാട്ടിക്ക് കാലോചിതമായ വിവാഹ വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ പറയാതെ പറയുന്നത്. ഈ മണവാട്ടിയുടെ വിവാഹ വസ്ത്രങ്ങൾ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ തോൽക്കുടങ്ങൾ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. തോൽക്കുടങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ വലിയൊരു അപകടമുണ്ടാകും. വീഞ്ഞിൻ്റെ മാധുര്യത്തെ പോലും തെറ്റിദ്ധരിക്കാനിട വരും. സഭയുടെ തോൽക്കുടങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ വീഞ്ഞിൻ്റെ മാധുര്യം, കരുണ, ക്രിസ്തുവിൻ്റെ ആ വീഞ്ഞിൻ്റെ കരുണ എന്ന വീഞ്ഞിൻ്റെ മാധുര്യം, സ്നേഹം എന്ന വീഞ്ഞിൻ്റെ മാധുര്യം തെറ്റിദ്ധരിക്കപ്പെടും, സംശയിക്കപ്പെടുമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ അൽമായ സിനഡ് ഈ ലോകത്തോട് മുഴുവൻ പറയുന്ന ഒറ്റ യാഥാർത്ഥ്യം, നവീകരണത്തിൻ്റെ സമയം അതിക്രമിച്ചു. അതാണ് ഷൈജു ചേട്ടൻ തൻ്റെ ക്ലാസ്സിൽ വത്തിക്കാൻ മാർപ്പാപ്പയുടെ സിനഡൽ രേഖയുടെ ഫൈനൽ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ച ഈ യാഥാർത്ഥ്യം എന്നത് ഈ ഒരു വസ്തുതയാണ്. ഐതിഹാസികമായ ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. നമ്മുടെ ദൗത്യം, നമ്മുടെ പങ്കാളിത്തം, ആ ടൂളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നത്. മിഷൻ, കൂട്ടായ്മ, പങ്കാളിത്തം, ദൗത്യം. സഭയെ നവീകരിക്കാനുള്ള ആ ടൂൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.